കേരളത്തിലെ പരമ്പരാഗത ചികിത്സകൾ വളരെ അഫോർഡബിൾ ആയ റേറ്റിൽ ചെയ്തു തരുന്ന ഒരു ആയുർവേദ ക്ലിനിക് നമ്മുടെ ഊന്നുകളിലുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞോ? ഡോക്ടർ, നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒക്കെ വിഷാംശം നീക്കം ചെയ്ത് ദോഷങ്ങളെ സന്തുലിതമാക്കുന്ന ഒരു ആയുർവേദത്തിലെ ചികിത്സയാണല്ലോ പഞ്ചകർമ്മ ചികിത്സ. അപ്പൊ നമുക്ക് പഞ്ചകർമ്മ ചികിത്സകളെല്ലാം ഇവിടെ ലഭ്യമാണോ? നമ്മൾ ആയുർവേദത്തിൽ പഞ്ചകർമ്മത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ജങ്ക് ഫുഡ്സ് ഒക്കെ കുറച്ച് കൂടുതൽ അധികം കഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ദോഷപ്രകോപനം കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ശരീരശുദ്ധിക്ക് ആവശ്യമായ എല്ലാ പഞ്ചകർമ്മ ചികിത്സയും നമ്മുടെ ഇവിടെ ലഭ്യമാണ്. കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അലർജി പോലുള്ള അസുഖങ്ങൾക്കാണ്. അതായത് രാവിലെ എണീക്കുമ്പോൾ നിർത്താണ്ട് തുമ്മുക, മൂക്കുലിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ, സ്കിൻ ഡിസീസുകൾ, ശ്വാസം മുട്ടൽ, അതായത് ആസ്മ കണ്ടീഷൻ, ഇങ്ങനെയുള്ളതിനൊക്കെ വളരെ ഫലപ്രദമായ ചികിത്സ ഇവിടെ ലഭ്യമാണ്. പഞ്ചകർമ്മ ചികിത്സയ്ക്കൊക്കെ നല്ല ഒരു തുകയാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ, റേറ്റ് കാര്യങ്ങളൊക്കെ? നമ്മൾ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും നമ്മൾ ട്രീറ്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു വെൽനെസ്സിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ബോഡി മസാജ് സ്റ്റീം ഒക്കെ എടുക്കുവാണെങ്കിൽ ഒരു 1500 രൂപ റേഞ്ചിലാണ് വരിക. നമ്മൾ ട്രീറ്റ്മെന്റ് വൈസ് അതിന് ചാർജ് ചെയ്യുന്നതായിരിക്കും. നേരത്തെ മുൻകൂട്ടി വിളിച്ച് പറയുന്നവർക്ക് അതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കായിട്ട് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഒക്കെ അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്. കൂടാതെ മെഡിസിൻസ് നമ്മൾ ഓൾ കേരള സപ്ലൈ ചെയ്യുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടി വരുന്ന സാഹചര്യം ഉള്ളത്. അപ്പൊ അത് ആയുർവേദത്തിലൂടെ നമുക്ക് എന്തോരം മാറ്റിയെടുക്കാൻ സാധിക്കും? നമ്മൾ ആയുർവേദത്തില് രോഗത്തെക്കാൾ ഉപരിയായിട്ട് രോഗിയുടെ ശരീര പ്രകൃതിക്കും രോഗിയുടെ ജീവിത ശൈലിക്കുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില പ്രോട്ടോകോൾസ് ഉണ്ട്. നമ്മൾ ദിനചര്യ, ഋതുചര്യ എന്നൊക്കെ അതിന് പറയും. അപ്പൊ ദിനചര്യയിലാണെങ്കിൽ ബ്രഹ്മ്യ മുഹൂർത്തെ ഉദ്ദിഷ്ട എന്ന് പറയുന്നത്, അതായത് നമ്മൾ വെളുപ്പാങ്കാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എണീക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ടിരിക്കും. അതേപോലെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില റുട്ടീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ നമുക്കൊരു 99% വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓൾറെഡി അങ്ങനെ ഒരു നമ്മുടെ റുട്ടീനൊക്കെ തെറ്റിക്കിടക്കുവാണ്, നമുക്ക് പലതരത്തിലുള്ള പ്രമേഹം, കൊളസ്ട്രോള്, ഫാറ്റി ലിവർ പോലുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ വന്നെങ്കിൽ തന്നെ നമുക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള റുട്ടീനിലേക്ക് തിരിച്ചു വന്ന്, അതായത് ദിനചര്യ, ഋതുചര്യ ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടീഷൻസ് ഒക്കെ റിവേഴ്സ് ചെയ്യാൻ പറ്റും.